ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു ബ്ലൗസ് ഡിസൈനാണ്. ഓണത്തിനും അതുപോലെ തന്നെ ബ്രൈഡൽ ലുക്കിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ബ്ലൗസ് ഡിസൈനാണ് കേട്ടോ. നെക്കിലും അതുപോലെ തന്നെ സ്ലീവിലും വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കസവ് വന്നിട്ടുള്ള ഒരു സ്ലീവാണ്. അപ്പോൾ അതിൻ്റെ ബോർഡർ പോലെയാണ് നമ്മൾ വർക്ക് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെയുള്ള ആൻറ്റിക് ഷെയ്ഡിൽ വരുന്ന ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വൈറ്റോ അല്ലെങ്കിൽ ഓഫ് വൈറ്റോ ത്രെഡും ഞാൻ ജ്വല്ലറി മേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ചെറിയ നീഡിലാണ് എടുത്തിട്ടുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ നീഡിൽ നമ്പർ 12 എടുക്കാം. അപ്പോൾ നമുക്ക് ഷുഗർ ബീഡ്സൊക്കെ ഈസി ആയിട്ട് കോർത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇതാ നമ്മളിതിൻ്റെ ഒരു അറ്റത്തായിട്ട് നീഡിൽ കോർത്തെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. താഴോട്ട് മുഴുവൻ വലിക്കാതെ ഒരു ചെറിയൊരു ഹോൾ പോലെ നിർത്തിയിട്ട് അതിൽ കൂടെ ഒന്നും കൂടെ ത്രെഡ് കോർത്തെടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അതിന് ശേഷം നമ്മൾ ഷുഗർ ബീഡ്സ് കോർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ് കേട്ടോ കോർത്ത് പോണത്. അപ്പോൾ 2 അല്ലെങ്കിൽ 3 വെച്ചിട്ട് നമുക്ക് കോർത്തെടുക്കാം. അപ്പോൾ നല്ല ടൈറ്റായിട്ട് ഇതുപോലെ ബീഡ്സ് കോർത്തെടുക്കണം. അപ്പോൾ ഇതുപോലെ വലിച്ചു പിടിക്കുക. എന്നിട്ട് നല്ല ടൈറ്റായിട്ട് ആ ബീഡിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് താഴോട്ട് കുത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ ടൈറ്റാക്കിയിട്ട് വലിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടേക്ക് തന്നെ വീണ്ടും നീഡിൽ കുത്തിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ബീഡ്സിൽ കൂടെ കോർത്തെടുക്കുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തു പോവുകയാണ് ചെയ്യണത്. അപ്പോൾ കറക്റ്റ് നമ്മൾ ആരി വർക്കൊക്കെ ചെയ്തെടുക്കുന്ന പോലെ തന്നെ നല്ല ഫിനിഷിങ്ങിലും കിട്ടും. അതുപോലെ തന്നെ നല്ല ടൈറ്റായിട്ട് ത്രെഡ് ലൂസായി പോവേ അങ്ങനെയൊന്നുള്ള കംപ്ലയിൻറ്റ്സ് വരില്ല കേട്ടോ. അപ്പോൾ അതുപോലെ ഇതേ കോർത്തെടുക്കുക. വീഡിയോയിൽ കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ അതുപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഷുഗർ ബീഡ്സ് 3 വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇതേ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. 2 ആകുമ്പോഴാണ് കുറച്ചും കൂടി ഫിനിഷിങ് കൂടുതൽ ഉണ്ടാവുകയെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്ലീവിൽ കസവിൻ്റെ 2 ബോർഡർ ലൈനായിട്ടും അതുപോലെ തന്നെ നെക്കിലും ചെയ്തെടുക്കുന്നുണ്ട്. ബാക്ക് നെക്കിൽ ഒരു ഹോൾ പോലെ വരുന്നുണ്ട്. അതിൻ്റെ ഔട്ട്ലൈനായിട്ടും ഫ്രണ്ട് നെക്കിലും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ നമ്മുടെ വീഡിയോസിൽ തന്നെ പല രീതിയിൽ ഇതുപോലെയുള്ള ലൈൻസ് പോലെ ഫില്ല് ചെയ്യണത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ വെച്ചിട്ട് എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതുപോലെ ചെയ്തെടുക്കുമ്പോഴാണ്. മറ്റേത് നമ്മൾ 4 5 ബീഡ്സൊക്കെ പുറത്തെടുത്തിട്ട് ഇടയിൽ ലോക്ക് ചെയ്ത് പോകാറുണ്ട്. അങ്ങനെ കുറേ ടൈപ്പിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണാറുള്ള സബ്സ്ക്രൈബേഴ്സിന് ഏതാണോ സൗകര്യം അത് വെച്ചിട്ട് ചെയ്യാം. ഇനി ഒട്ടും ക്ഷമയില്ല ഇതുപോലെയൊന്നും ചെയ്യാൻ വയ്യ എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കോർത്തെടുത്തതിന് ശേഷം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് കെട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതെ ഇനി നമുക്ക് സ്ലീവിൽ കുറച്ച് സ്റ്റോൺസ് ഒട്ടിച്ചെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു കട്ടിയുള്ള പേപ്പർ സ്ലീവിൻ്റെ ഉള്ളിലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഫെവിക്രിലിൻ്റെ ഫാബ്രിക് ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലുള്ള ഒരു സ്കെയിൽ വെച്ചിട്ടാണ് മെഷർമെൻറ്റ് 1/2 ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ എനിക്ക് ഈ ഒരു സ്ലീവിൽ ചെക്ക് ഡിസൈൻ വന്നിട്ടുള്ളത് ഓരോ ചെക്കിൻ്റെയും ഇടയിൽ നമുക്ക് 1 ഇഞ്ചാണ് ഗ്യാപ്പ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ എടുത്താൽ 1/2 ഇഞ്ച് ഗ്യാപ്പായിട്ട് ഈസി ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ അതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുക. സ്റ്റിക്ക് ചെയ്യാൻ എടുത്തിട്ടുള്ളത് കുന്തൻ സ്റ്റോൺ ആണ് കേട്ടോ. അതിൻ്റെ ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന സ്റ്റോൺ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഗ്ലൂവിൽ സ്റ്റോൺ വെച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം ഇതേപോലെ തന്നെ നമ്മൾ താഴത്തെ ആ ഒരു ബോർഡർ ലൈനിലും നെക്കിലും ഒക്കെ ഈ ഒരു സ്റ്റോൺ സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റോൺസൊക്കെ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം ഇതിൻ്റെ ഇടയിലായിട്ട് ചെറിയൊരു വർക്കും കൂടെ കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഹാഫ് ബീഡ്സ് ആണ്. ഗോൾഡൻ ഹാഫ് ബീഡ്സും അതുപോലെ തന്നെ ആൻറ്റിക് ഷെയ്ഡിൽ വരുന്ന നമ്മളുടെ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള ഷുഗർ ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോ സ്റ്റോൺസിൻ്റെയും ഇടയിൽ സെൻറ്ററിലായിട്ട് നമ്മൾ നീഡിൽ കോർത്തെടുക്കുക. എന്നിട്ട് 3 ഷുഗർ ബീഡും ഒരു ഹാഫ് ബീഡും അങ്ങനെയാണ് നമ്മൾ കോർത്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല ടൈറ്റിലായിട്ട് ബീഡ്സ് അറേഞ്ച് ചെയ്തതിന് ശേഷം നീഡിൽ താഴോട്ട് കുത്തിയെടുക്കുക. എന്നിട്ട് വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലേക്ക് കുത്തിയെടുത്തതിന് ശേഷം ഒന്നും കൂടെ കോർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ സ്റ്റിച്ചിങ്ങും ഇതുപോലെ 2 തവണ ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. നല്ല നീറ്റും ആയിരിക്കും. അതുപോലെ തന്നെ പെട്ടെന്നൊന്നും അത് ഡാമേജ് ആവില്ല. നല്ല ടൈറ്റായിട്ട് തന്നെ അവിടെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ എപ്പോഴും നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കും.
അപ്പോൾ ദേ ഇതുപോലെ നമ്മൾ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബോർഡറിൻ്റെ 2 ലൈനിലും ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്ലീവിൽ ബാക്കി വരുന്ന ആ ഒരു പോർഷനിൽ ചെറിയ ചെറിയ ബൂട്ടാസ് പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള സെയിം സ്റ്റോൺ തന്നെ അവിടെ ഇവിടെയായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ സൈഡിനോട് ചേർന്നിട്ട് ചെറിയൊരു വർക്കും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ആൻറ്റിക് ഷുഗർ ബീഡ്സും ഹാഫ് ബീഡ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്റ്റോണിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ ഹാഫ് ബീഡ് തുന്നി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 സൈഡിലോട്ടായിട്ട് 3 ഷുഗർ ബീഡ് വെച്ചിട്ട് ചെറിയൊരു ലൈൻ പോലെയും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇത് ലോക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ സൈഡിലോട്ട് നീഡിൽ കുത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ദേ ഇതുപോലെ 3 എണ്ണം വെച്ചിട്ട് സൈഡിലും ഒന്ന് ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് എവിടേക്ക് അടുപ്പിച്ചടുപ്പിച്ച് ബൂട്ടാസ് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോൺ കുറച്ചൊന്ന് അടുപ്പിച്ച് സ്റ്റിക്ക് ചെയ്തെടുത്താൽ മതി. ഞാൻ അവിടെ ഇവിടെയായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓരോ ബൂട്ടാസ് നമ്മൾ തുന്നി കൊടുത്തതിന് ശേഷം താഴെ ലോക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ത്രെഡ് കട്ട് ചെയ്തിട്ടാണ് അടുത്തത് ചെയ്യണത് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ടാകുമ്പോൾ നമ്മൾ ഇത്ര ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് കൊളുത്ത് പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ബൂട്ടാസും തുന്നി കഴിഞ്ഞാൽ നമ്മൾ കെട്ടിട്ട് കൊടുത്തിട്ട് ത്രെഡ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്ലീവിൽ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ബോഡി പാർട്ടിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ മുഴുവനായിട്ടും നെക്കിലും കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ പോട്ട് നെക്ക് വരുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ ഔട്ട്ലൈൻ കൊടുത്തിട്ട് സ്റ്റോൺസും ബീഡ്സും വെച്ചിട്ട് മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് നെക്ക് ഒരു സൈഡ് മാത്രമായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള വർക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈൻ നമുക്ക് ഓണം ലുക്കിനും അതുപോലെ തന്നെ വെഡ്ഡിങ് ഫംഗ്ഷൻസിനൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു റിച്ച് ലുക്ക് തരുന്ന ഒരു ഡിസൈൻ വർക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലുള്ള ഒരുപാട് ഡിസൈൻസ് നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കയറി നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്